ഓം നമോ നാരായണായ. എല്ലാവർക്കും നമസ്കാരം. എഡിറ്റർ എന്ന ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ വീഡിയോ ആയത് കാരണം സാക്ഷാൽ ഗുരുവായൂരപ്പനെ പറ്റി പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ എനിക്കുണ്ടായ ഒരു അത്ഭുത കഥ, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഗുരുവായൂർ ക്ഷേത്ര സന്നിധി ചെന്നാൽ തന്നെ ഒരു മനസമാധാനമാണ്. അമ്പലത്തിനുള്ളിൽ കയറി ഗുരുവായൂരപ്പനെ തൊഴുതിറങ്ങിയ മനസമാധാനമായി. 1000 നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഗുരുവായൂരപ്പനെ പോയി തൊഴാൻ ചെന്നാലും ആ ഒരു പുഞ്ചിരിയിൽ നമ്മളെല്ലാം മറന്ന് നിർവൃതിയായി നമ്മൾ തൊഴുതിറങ്ങും. ഇഷ്ടം പോലെ ഗുരുവായൂരപ്പ കഥകളും ലീലകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പട്ടതിരിപ്പാടിനും ശ്രീ പൂന്താനത്തിനും മഞ്ജുളാലിന് മാല ചാർത്താൻ കിട്ടിയ മഞ്ജുള എന്ന ബാലശ്ശേരി കുട്ടിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ, മകനായി താലുവലിച്ച കുറൂരമ്മയ്ക്ക് കിട്ടിയ അത്ഭുതങ്ങൾ, അങ്ങനെ നീണ്ട് കുറേ അത്ഭുതങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം. അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായ് പോകുന്നതിൻ്റെ തലേ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴുതിട്ട് പോകാമല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ച് ഞാനും എൻ്റെ അമ്മയും കൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. അസാമാന്യ തിരക്കാണ് ഗുരുവായൂർ അമ്പലത്തിൽ. ഞങ്ങളങ്ങനെ ക്യൂ നിന്ന് ഭഗവാനെ എന്ത് ചെയ്യും, കാരണം രാത്രിയാവുന്നു, അമ്പലത്തിൻ്റെ ദർശന സമയം കഴിയാറാവുന്നു, എന്ത് ചെയ്യും? അങ്ങനെ വിഷമിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു അമ്മുമ്മ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞു, എന്തിനാ ഇത്രയും ക്യൂ നിൽക്കുന്ന, വരൂ കുട്ടി, നമുക്ക് തൊഴാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നെ നോക്കി, ഞാൻ പറഞ്ഞു പോയി നോക്കാം നമുക്ക് എന്താണെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞ് അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്, നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂർ ദേശക്കാർക്ക് വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് ക്യൂ നിൽക്കാതെ ക്ഷേത്ര ദർശനം നടത്താനുള്ളൊരു സൗകര്യമുണ്ട്. ആ അമ്മുമ്മ നേരെ ചെന്നു. ഒരു ഗേറ്റ് അടഞ്ഞ് കിടക്കുകയായിരുന്നു. അമ്മുമ്മയെ കണ്ടതും ഒരാൾ ഗേറ്റ് തുറന്നു കൊടുത്തു. അമ്മുമ്മയും എൻ്റെ അമ്മയും കയറി. എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് കയറാനുള്ള വഴിയാണോ അതോ കോമൺ ആയിട്ടുള്ളതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനവിടെ ചെന്നപ്പോൾ ഇങ്ങനെ നിന്നപ്പം അമ്മുമ്മ ഗേറ്റ് തുറന്നു കൊടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കുട്ടി അവനെ കൂടെ കയറ്റി വിടൂ എന്ന് പറഞ്ഞു. അമ്മുമ്മ മുമ്പേ നടക്കുന്നു, തൊട്ടുപുറകിൽ എൻ്റെ അമ്മ, പിന്നെ ഞാനും നടന്നു. നമ്മളങ്ങനെ നടന്ന് ശ്രീകോവിലിൻ്റെ മുമ്പിലെത്തിയപ്പോൾ നമ്മൾ ഇരു കൈയും കൂപ്പി ശ്രീകോവിലിൽ ഭഗവാനെ തൊഴുത് നടന്ന് നമ്മൾ മാറി അപ്പുറത്ത് നിന്ന് അമ്മുമ്മയോട് ഒരു നന്ദി പറയാമല്ലോ എന്ന് വെച്ച് നോക്കിയപ്പോൾ അമ്മുമ്മയെ കാണാനേ ഇല്ല. ഞങ്ങൾ ചുറ്റും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ക്ഷേത്രത്തിനകത്തും നാലമ്പലത്തിനുള്ളിലും എല്ലാം നോക്കി, അമ്മുമ്മയെ കണ്ടില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എൻ്റെ ആ വിഷമം കണ്ടപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ആ അമ്മുമ്മയുടെ രൂപത്തിൽ വന്ന് ഞങ്ങളെ ക്ഷേത്രത്തിനുള്ളിൽ കയറ്റുകയും തൊഴിയിപ്പിക്കുകയും ചെയ്തതാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവാം. എല്ലാ ഗുരുവായൂരപ്പ ഭക്തർക്കും ഭഗവാൻ ഓരോ രൂപത്തിൽ ഓരോ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെയുള്ള അത്ഭുതങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.